ഹലോ, നമസ്കാരം. അജിത്തിന് ക്ഷീണം എന്ന് ഞാൻ തമ്പനയിൽ കൊടുക്കാൻ കാരണം വേറൊന്നും കൊണ്ടുമല്ല. ആക്ച്വലി അജിത്തിനല്ല ക്ഷീണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ക്യാരക്ടർ അങ്ങനെയാണ്. വലിയ അമാനുഷികനൊന്നുമല്ല. ഒരു സാധാരണപ്പെട്ടൊരു ചങ്ങായിയാണ്. അപ്പം അങ്ങനൊരു ചങ്ങായിയായിട്ട് നിൽക്കുന്ന സമയത്ത് ഓബ്വിയസ്ലി ഒരു ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ ചില സാഹചര്യത്തിലൊക്കെ പെടുന്ന സമയത്ത്. ആ ഒരു ക്ഷീണം നല്ല രീതിയിൽ ഫീൽ ചെയ്തു. സോ ഞാൻ അതാണ് തമ്പനയിൽ അങ്ങനെ കൊടുക്കാൻ കാരണം. അതാണ് ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത്. അജിത്തിനെ നമ്മൾ സാധാരണ അങ്ങനെയല്ലല്ലോ പല സിനിമകളിലും കാണാറുള്ളത്. ഭയങ്കര എനർജറ്റിക് ആയിട്ട് അല്ലെങ്കിൽ വേറൊരു പവറിലാണ് നമ്മൾ പല സിനിമകളിലും കണ്ടിരിക്കുന്നത്. ബട്ട് ഈ ഒരു സിനിമയിലേക്ക് വരുന്ന സമയത്ത് അങ്ങനൊരു സെറ്റപ്പുള്ള ക്യാരക്ടർ അല്ല എന്നുള്ളതാണ്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കൊള്ളാം. അത് തുടക്കം തൊട്ട് അവസാനം വരെ ആ ഒരു ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നൊരു എനർജി ഉണ്ട്. അതൊക്കെ തന്നെയാണ് കാണിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മാനുഷിക സംഭവം അല്ല, ഒരു സാധാരണ ചങ്ങായി. പിന്നെ ഈ ഒരു സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഗംഭീര സിനിമ പ്രതീക്ഷിച്ചിട്ടാട്ടോ പോകുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ കാണാൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിൻ്റെ ടീസറും ട്രെയിലറൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ലൈക്ക് വിഷ്വലി ആണെങ്കിലും വേറെ ലെവലിലാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു ഗംഭീര സിനിമയാണ് പ്രതീക്ഷിച്ച് പോയത്. ബട്ട് സിനിമ കണ്ട സമയത്ത് ആ ഒരു ഗംഭീര സാധനം കിട്ടിയില്ല. ആ ഒരു പ്രതീക്ഷിച്ച ഗാംഭീര്യത എനിക്ക് ആക്ച്വലി കിട്ടിയില്ല. ബട്ട് മോശവുമില്ല, അത് പറയണമല്ലോ, മോശവുമില്ല. ഒരു തവണ കണ്ടിരിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. ഒരു തവണ തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ടിരിക്കാനുള്ളൊരു സ്റ്റഫ് ഉണ്ട് എന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ആത്മാർത്ഥമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടമായി പോകും. എനിക്കത് അങ്ങനെ പറയാൻ തോന്നുന്നില്ല. കാരണം ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ വിഷ്വലി ആണെന്നുണ്ടെങ്കിൽ ഒരു നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ആസ് എ ഡയറക്ടർ മൂപ്പര് നല്ല രീതിയിൽ സിനിമ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വിഷ്വലി ആണെന്നുണ്ടെങ്കിലും മറ്റേ ഭയങ്കര സെറ്റപ്പായിട്ട് നമുക്ക് വിഷ്വലി നമുക്കത് കണ്ടിരിക്കാൻ പറ്റും. നല്ല രസമായിരുന്നു. ലൈക്ക് ഹോളിവുഡ് ടച്ച് എന്നൊക്കെ നമ്മൾ ആക്ച്വലി പറയത്തില്ലേ. പിന്നെ മോശമില്ല എന്നുള്ള രീതിയിൽ മാത്രമേ ഒരു സിനിമ ഒതുങ്ങാനുള്ളൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയത് സ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നാക്കായിരുന്നു എന്ന് തോന്നി. കുറച്ചും കൂടി എൻഗേജിങ് ആക്കാമായിരുന്നു തോന്നി. ഇത് പലയിടങ്ങളിലും കുറച്ച് മെല്ലെ പോകുന്നതായിട്ട് തോന്നി. ബട്ട് ഇറ്റ്സ് ഓക്കെ. ഡിമാൻഡ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ആ മെല്ലെ പോകുന്നത്. ബട്ട് കുറച്ചും കൂടി സ്ക്രിപ്റ്റ് നന്നാക്കിയിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും നമുക്ക് സിനിമയിലേക്ക് ഇൻവോൾവ് ആവാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നു. കുറച്ചും കൂടിയും കൂടുതൽ എൻഗേജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. ഞാൻ ആ ബ്രേക്ക് ഡൗൺ എന്ന് പറഞ്ഞ ആ സിനിമ കണ്ടിട്ടില്ല. ഇനി വേണം കാണാൻ. ഇനി എന്തായാലും ഞാൻ ഇന്ന് രാത്രി ഇരുന്നിട്ട് കാണുന്നുണ്ട്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം കാണാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. കണ്ട ആൾക്കാരാണോ നിങ്ങൾ? ഐ ഡോണ്ട് നോ, നിങ്ങൾ പറയൂ. എന്തായാലും എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഇത് കുറച്ചും കൂടി ഗംഭീരമാക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് തോന്നി. ഇങ്ങനെയല്ല, അതായത് ഇത് നമുക്ക് മനസ്സിലായി ഇതിൻ്റെ കഥ എന്താ, പരിപാടികൾ എന്താന്നുള്ളത് നമുക്ക് മനസ്സിലായി. അപ്പോൾ കഥ മനസ്സിലായ സ്ഥിതിക്ക് എനിക്ക് ഈ സിനിമ ടോട്ടലി കണ്ടപ്പോൾ ഇത് ഗംഭീരമാക്കാൻ പറ്റുന്നൊരു സിനിമയായിട്ടാണ് തോന്നിയത്. അതിഗംഭീരമാക്കാൻ വേണ്ടി പറ്റുന്നൊരു സിനിമയായിട്ടാണ് തോന്നിയത്. പക്ഷെ എന്തോ പല എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ എന്തൊക്കെയോ എനിക്ക് അറിയുന്നില്ല, ടെക്നിക്കലി എന്താ പറയണ്ടേന്ന് അറിയുന്നില്ല. ബട്ട് എന്തൊക്കെയോ ഒരു മിസ്സിങ് എന്താ പറയുക തോന്നിയായിരുന്നു. അപ്പോൾ അതാണ് ആ ഒരു ഗംഭീരത്തിലേക്ക് എത്തുന്നതിന് പകരം ഒരു മോശമില്ല, ഒരു വൺ ടൈം വാച്ചബിൾ അല്ലെങ്കിൽ ഒരു ആവറേജ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിച്ചത്. അത്രയെങ്കിലും പറയണം. തീരെ മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീരിയസ്ലി എനിക്ക് കിടന്നുറങ്ങാൻ വേണ്ടി പറ്റില്ല. കാരണം അങ്ങനെ തോന്നിയില്ലെന്ന്. കാരണം ഒരു ചേഞ്ച് തോന്നി. ബിക്കോസ് ഇപ്പോൾ അജിത്തിൻ്റെ ആയിക്കോട്ടെ, ഇപ്പോൾ അജിത്തിൻ്റെ സിനിമയെക്കുറിച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ സിനിമ എന്ന് പറയുമ്പോൾ വീരം എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. എന്താ പറയുക, പിന്നെ ഇറങ്ങിയ വിശ്വാസം, ഇങ്ങനെ കുറേ സിനിമകളൊക്കെ ആക്ച്വലി വന്നു. അപ്പം അതിൽ നിന്നൊക്കെ മൂപ്പരുടെ ക്യാരക്ടർ അല്ലെങ്കിൽ അതിൽ നിന്ന് മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന സിനിമകളിൽ നിന്നൊക്കെ എൻ്റയർലി വ്യത്യസ്തമായൊരു കഥയാണത്. എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള കഥാപാത്രമാണിത്. അപ്പോൾ ആ രീതിയിലൊക്കെ നോക്കുന്ന സമയത്ത് ഇത് എനിക്ക് അത് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഫാക്ടറാണ് കേട്ടോ. കാരണം ഇറ്റ്സ് ഗുഡ് അങ്ങനത്തെ സിനിമകളൊക്കെ വരട്ടെ. അല്ലാതെ ഇപ്പോൾ ഇത് തല അജിത് കുമാറാണ് എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയിലും ഭയങ്കര മാസ് ആക്ഷൻ, അതിനു വേണ്ടി മാത്രം എടുക്കുക, അതിനു വേണ്ടി മാത്രം മേക്കിംഗ് ഉണ്ടാവുക എന്നുള്ളതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ ഇതിൽ അജിത്തിനെ നോക്കുന്ന സമയത്ത് എനിക്ക് വളരെ പോസിറ്റീവായിട്ടാണ് തോന്നിയത്. കാര്യം ഇങ്ങനത്തെ സിനിമകളും വരണം, അങ്ങനെ സൈലൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് ഇത്തരത്തിലുള്ള മൂഡിലുള്ള സിനിമകളും വരട്ടെ. അപ്പോൾ ആ രീതിയിൽ ഒരു പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയത്. അതാണ് ഞാൻ മോശമില്ല എന്ന് പറഞ്ഞത്. ബട്ട് കഥ മനസ്സിലായ സ്ഥിതിക്ക് ഈ സിനിമ കണ്ടു കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ കഥ നമുക്ക് ഏകദേശം മനസ്സിലായി എന്താ പരിപാടി എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയത് ഒരു ഗംഭീരമാക്കാമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ടാണ് ഞാനിത്
എന്താ പറയുക, ആവറേജ് എന്നുള്ളൊരു ലെവലിലേക്ക് പറയാൻ കാരണം ഗംഭീര സാധനമാക്കാമായിരുന്നു. ആ സ്ക്രിപ്റ്റ് കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നി. എൻ്റെ അടുത്ത് വന്ന് എഴുതാനൊന്നും പറയല്ലേ, അത് അവരെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അതൊക്കെ പണി അറിയാവുന്ന ആൾക്കാർ എടുത്തു വെച്ച സിനിമയാണ്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അവർക്ക് കുറച്ചും കൂടി നന്നായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ, കുറച്ചും കൂടി സ്ക്രിപ്റ്റിൽ കെയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഗംഭീരമാക്കാമായിരുന്നു എന്ന് പറയാൻ കാരണം. പിന്നെ എന്താണ്, ഫൈറ്റും പരിപാടികളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നല്ല നല്ല ഫൈറ്റായിരുന്നു, അടിപൊളിയായിരുന്നു. അതായത് നമുക്ക് വലിയ കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു മാറ്റർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇമോഷണലി കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു മാറ്റർ ആക്ച്വലി ഉണ്ട്. ബട്ട് ഈ ഫൈറ്റും പരിപാടികളൊക്കെ ഈ അജിത്തും പരിപാടി ചെയ്യുന്ന സമയത്ത് നമുക്കിത് കണ്ടിരിക്കാം, വിഷ്വലി ഇത് കണ്ടിരിക്കാം. ഫൈറ്റ് മോശമില്ല, അത് ആ ഒരു ആക്ട് മോശമല്ല, ബട്ട് അത് കണക്ട് ആവുന്നില്ല എന്നുള്ള വേറെ മാറ്റർ. ബട്ട് ഈ ആക്ട് മോശമല്ല, ഫൈറ്റിങ്ങും പരിപാടികളൊക്കെ നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്, നന്നായിട്ട് അജിത്ത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അതാ പറഞ്ഞത്, ഇത് ഒറ്റയടിക്ക് തല്ലിപ്പൊളി പടം എന്നുള്ള രീതിയിൽ പറയാൻ പറ്റാത്തതിൻ്റെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ വിഷ്വലി ഇത് കാണുന്ന സമയത്തിൽ ഒരുപാട് നല്ല നല്ല സാധനങ്ങൾ നല്ല രീതിയിൽ എടുത്തു വെക്കുക, നല്ല ഫൈറ്റ് പരിപാടികളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓക്കേഷാണ്, ഒരു തവണ കാണാനുള്ള സ്റ്റഫ് ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പാകത്തിന് തന്നെയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അജിത്തിൽ നിന്ന് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനത്തെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സീരിയസ്ലി ഞാൻ ഓണസ്റ്റ്ലി എന്താ പറയുക, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് അജിത്തിൻ്റെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ലൈക്ക് ഒരു മുഴുനീള ഗംഭീര സിനിമ, അതൊരു സിനിമ കാണുന്ന സമയത്ത് അത്രയും ഗംഭീരമായൊരു സിനിമ, മൊത്തത്തിൽ ഒരു തെറ്റും പറയാതെ, അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോകണ്ട, പക്ഷെ എക്സ്പെക്ടേഷൻ അനുസരിച്ചിട്ട് കിട്ടുന്ന മൊത്തത്തിൽ ഒരു തെറ്റും പറയാൻ പറ്റാത്തൊരു ഗംഭീര സിനിമയാണ് ഞാൻ അജിത്തിൻ്റെ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു സിനിമ കണ്ടിട്ട് കാലം കുറേയായി. അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിട്ട്, എൻ്റെ കാര്യം ഞാൻ പറയുന്നത്, ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. മങ്കാത്ത ഒരു ഗംഭീര സിനിമയായിരുന്നു, തുടക്കം തൊട്ട് അവസാനം വരെ. വേറെ റേഞ്ച് ക്യാരക്ടർ, വേറെ റേഞ്ചിലുള്ളൊരു കഥ, അത്രയും എൻഗേജിങ് ആയിട്ട് വന്നൊരു സാധനമാണ് മങ്കാത്ത. പിന്നെ എന്നെ ഏരെന്തായാലും ഓഫ് കോഴ്സ് അത്തരത്തിലുള്ള സിനിമയും പുള്ളി ചെയ്യണം. എന്നെ ഏരെന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട ഒരു സിനിമയാണ് എന്നെ ഏരെന്തായാലും. അത് എങ്ങനെ ഹിറ്റായി പിടിച്ചോന്നും എനിക്കറിയില്ല. അതൊരു വെറുതെ ഉള്ളൊരു മസാല സിനിമയൊന്നുമല്ല, എന്നാൽ അതിൻ്റെ അകത്ത് മാസം ഉണ്ട്. ആ ഒരു ക്യാരക്ടർ സ്ട്രോങ് ആണ്, ഒരു കിടിലൻ കഥയായിരുന്നു അതിൻ്റെ. അപ്പോൾ അജിത്ത് അത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുന്നത് കാണാനാണ് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. ലൈക്ക് ഒരു തെറ്റും പറയാൻ പറ്റാതെ, അല്ലെങ്കിൽ തെറ്റുകൾ ഒബ്വിയസ്ലി എല്ലാ സിനിമകളിലും പറ്റും, പക്ഷെ എന്നാലും ആസ് എ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ കണ്ടിരിക്കുമ്പോൾ അജിത്തിൻ്റെ ഒരു സിനിമ മുഴുനീളം നമുക്ക് മൊത്തമായിട്ട് എൻഗേജിങ് ആയി, മൊത്തമായിട്ട് അടിച്ചു പൊളിച്ചിട്ടൊക്കെ കണ്ട്, മാസല്ല ഉദ്ദേശിക്കുന്നത്, പറയണ്ട മസാല എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് എന്നെ എന്തായാലും പോലെയുള്ള കൈൻഡ് ഓഫ് രീതിയിൽ വരുന്ന സിനിമകളൊക്കെ മൂപ്പരെ കൊണ്ട് പുഷ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതൊക്കെയാണ്, അത്തരത്തിലുള്ള കാണാനാണ് ഞാൻ ആക്ച്വലി ആഗ്രഹിക്കുന്നത്. അപ്പോൾ വിടാമുയർച്ചയിലേക്ക് വരുന്ന സമയത്ത് എൻ്റയർലി ഡിഫറൻറ്റാണ്. ആ ഒരു ക്യാരക്ടറും അമാനുഷികനല്ല, കഥ നല്ലതാണെന്നുണ്ടെങ്കിലും കഥ കുറച്ചുകൂടി നന്നാക്കായിരുന്നു. ഇവിടെ എന്താ പറയുക, ഒരു ഓവർ ദ ടോപ്പിൽ നിൽക്കുന്ന സാധനം അങ്ങനെയൊന്നുമല്ല, ഒരു സിമ്പിൾ സാധനം അത്, മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, ഇതൊരു ഉടനീളം അജിത്തിൻ്റെ സാധാ പടം പോലെ ആക്ഷൻ സിനിമ അല്ലെങ്കിൽ മാസ് സിനിമ എന്നുള്ള രീതിയിലുള്ള സിനിമ അല്ല എന്ന് ഓൾറെഡി അറിഞ്ഞിട്ടാണ് ആളുകൾ അങ്ങോട്ട് ചെല്ലുന്നത് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഫ് അതറിയില്ല, ഇതൊരു അജിത്തിൻ്റെ ആസ് യൂഷ്വൽ പോലെയുള്ളൊരു മാസ് സാധനം ഉണ്ടാവും, ഗംഭീര വോക്ക്, ഗംഭീര സംഭവമൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ പോകരുത്, നിങ്ങൾക്ക് തെറ്റുപറ്റും. അങ്ങനത്തെ ഒരു സിനിമയല്ല അത്. ഫസ്റ്റ് ഹാഫൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെല്ലെ എന്നെ പോകുന്നത്. ബട്ട് ഫസ്റ്റ് ഹാഫ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ തൃഷയും അജിത്തും തമ്മിലുള്ള അത് കുറേ ആൾക്കാർക്ക് അവർ തമ്മിലുള്ള ആ ഒരു കണക്ഷൻ എനിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ലൈക്ക് ഒരു സിനിമ കാണുമ്പോൾ മനസ്സിലാവും എന്താണെന്നുള്ളത്. ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ആ ഒരു സാധനം ഉണ്ട്, അങ്ങനെ ഒരു പ്രശ്നം ആക്ച്വലി ഉണ്ട് ഈ ആഫ്റ്റർ മാരേജിലേക്കൊക്കെ എത്തുന്ന സമയത്ത്. അപ്പോൾ ഫസ്റ്റ് ഹാഫ് എനിക്ക് എന്താണ് പറയുക, അത്യാവശ്യം കൊള്ളാവുന്നൊരു സംഗതിയായിട്ടാണ് ഞാൻ കണ്ടിരുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലേക്കൊക്കെ എത്തുന്ന സമയത്താണ് ഈ പറഞ്ഞ മിസ്സിങ് ഫീൽ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഗംഭീരമാക്കാമായിരുന്നു എന്ന് തോന്നിയ ഘടകങ്ങളൊക്കെ ആക്ച്വലി ഉണ്ടായത്. പിന്നെ അർജുൻ ഓഫ് കോഴ്സ് കിടിലൻ, അർജുൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അർജുൻ സർജ പുള്ളി ഗംഭീര സ്വാഗാണ്, പുള്ളിക്ക് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പുള്ളി. ബട്ട് അതാണ്, ഞാൻ ബ്രേക്ക് ഡൗൺ കണ്ടിട്ടില്ല, സോ അതുകൊണ്ടാണ് എനിക്കിതിനെ അത് വെച്ച് കമ്പയർ ചെയ്ത് സംസാരിക്കാനൊന്നും ഇടവണ്ണോ. കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞേനെ. മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ക്രിപ്റ്റ് കുറച്ചും കൂടി നന്നായിരുന്നു എന്നുണ്ടെങ്കിൽ, ഐ മീൻ സ്ക്രിപ്റ്റിംഗ്, ഇതിൻ്റെ കഥയല്ല പറയുന്നത്, ഇതിൻ്റെ സ്ക്രിപ്റ്റിംഗ് അത് കുറച്ചുകൂടി നന്നായിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഈ അർജുനും അജിത്തും ഒക്കെ കൂടി വന്നിട്ടുള്ള പരിപാടികളൊക്കെ കുറച്ചുകൂടി ഗംഭീരമായിട്ട് കാണാൻ വേണ്ടി പറ്റുമായിരുന്നു തോന്നുന്നു. കുറച്ചുകൂടി നമുക്ക് ഇമോഷണൽ കണക്ട് കൂടുതൽ കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ അഭിനയിച്ചവരൊക്കെ കുഴപ്പം. ട്രിഷ ഓഫ് കോഴ്സ് നല്ല, ആദ്യം തന്നെ പറയണ ഒരു ബ്യൂട്ടിയെക്കുറിച്ച് തന്നെ പറയണം, എന്തൊരു ഭംഗിയാണ് അവരെ കാണാൻ. ആ മറ്റേ ഫസ്റ്റ് അവരുടെ സീനുണ്ടല്ലോ, അജിത്തും ട്രിഷയും തമ്മിലുള്ള ഫസ്റ്റ് കാണിക്കുന്ന സീൻ, ആ പാട്ടിൻ്റെ സമയത്തൊക്കെ ഒരു നല്ല ചന്ത കാണാൻ.
നല്ല ചന്താണ് കാണാൻ. പിന്നെ അവരും നന്നായി ചെയ്തിട്ടുണ്ട്. അധികം അഭിനയ പ്രകടനമൊന്നും കാഴ്ചവെക്കേണ്ടതായിട്ടുള്ള ക്യാരക്ടറൊന്നും അല്ല, ബട്ട് നന്നായിട്ടുണ്ട് ചെയ്ത് കൊടുത്ത സാധനം. പിന്നെ അർജുൻ്റെ കൂടെ ഉള്ളൊരു ഒരു ഒരു ലേഡി ഉണ്ട്, എനിക്ക് അവരുടെ പേര് പെട്ടെന്ന് കിട്ടുന്നില്ല. അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവർക്കും ഒരു സ്വാഗൊക്കെ ആക്ച്വലി ഉണ്ട്. അപ്പോൾ ഇതാണ് ഓവറോൾ എനിക്ക് ഈ ഒരു സിനിമയെക്കുറിച്ചിട്ട് പറയാനുള്ളത്. മോശമില്ലാത്തൊരു സിനിമ, ഗംഭീര സിനിമ പ്രതീക്ഷിച്ച് പോയി, ബട്ട് അങ്ങനെ ഗംഭീരമായിട്ട് തോന്നിയില്ല. ഒരു മോശമില്ലാത്തൊരു വൺ ടൈം പരിപാടിയായിട്ട് ആക്ച്വലി തോന്നി എന്ന് മാത്രമാണ് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. പിന്നെ അജിത്ത് റേസിംഗ് പരിപാടി എന്നൊക്കെ പറഞ്ഞിട്ട് അതിലേക്ക് കൂടുതൽ എൻഗേജിങ് ആവുമോ എന്നുള്ളത് അറിയില്ല. സിനിമയൊക്കെ ചെയ്യണം. ഗുഡ് ബാഡ് അഗ്ലി അതാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു എനർജറ്റിക് ആയിട്ടുള്ള അജിത്തിൻ്റെ ക്യാരക്ടർ, എനർജറ്റിക് ആയിട്ടുള്ള ഒരു അജിത്തിൻ്റെ ക്യാരക്ടർ പ്രതീക്ഷിക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലി തന്നെയാണ്. അത് വരട്ടെ, അത് മുഴുനീളം ഒരു ഗംഭീര സിനിമയായി മാറട്ടെ. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെന്നുണ്ടെങ്കിലൊക്കെ അടിപൊളിയാവട്ടെ അജിത്തിൻ്റെ സിനിമ എന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് തോന്നുന്നു അജിത്ത് ഫാൻസ് പോലും വിടാമുയർച്ചയെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വിടാമുയർച്ചയെക്കാട്ടിലും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഗുഡ് ബാഡ് അഗ്ലി സിനിമ തന്നെയാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലൈക്ക് ഇതെല്ലാവരും ഒരു സിമ്പിൾ പരിപാടിയായിട്ടൊക്കെ തന്നെ ഫാൻസ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുള്ളൂ. ബട്ട് ഗുഡ് ബാഡ് അഗ്ലിയിലാണ് കൂടുതലൊരു പ്രതീക്ഷ, ഒരു അജിത്ത് ഫാൻസ് കൂടുതൽ പ്രതീക്ഷ അർപ്പിച്ചു വെച്ചിരിക്കുന്നത് അതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. വിടാമുയർച്ചി.